അർജന്റീനയ്ക്ക് ഫൈനലാണ്, ആവേശമാണ്, അല്പം ഭയം മറ്റ് പല കളികളെക്കാളും കൂടുതൽ ഉണ്ടോ? കാരണം എതിരാളി സ്പെയിനാണ്, അവരുടെ ഒരു റെക്കോർഡ് വളരെ ഗംഭീരമാണ്, ഒരു ടീം എന്ന നിലയിൽ അവർ അർജന്റീനയേക്കാൾ വളരെ മുന്നിലാണ് എന്ന് പറയുന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. പേടിപ്പിക്കുന്ന ഘടകങ്ങളല്ലേ ബിനീഷ്? ഒരു അർജൻറ്റീന ആരാധകൻ എന്ന രീതിയിൽ ഇന്ന് മെസ്സി അർജൻറ്റീന ടീം അംഗങ്ങൾക്കും അർജൻറ്റീന ആരാധകർക്കും പങ്കുവച്ചൊരു കത്തിൻ്റെ വരികളിലൂടെ തന്നെ തുടങ്ങാം. ഈ ഒരു വർഷങ്ങളിലെ യാത്ര എന്ന് പറയുന്നത് വെറും കപ്പുകൾക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നില്ല എന്നുള്ളതാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത്. വെറും കപ്പുകൾക്ക് വേണ്ടിയുള്ള യാത്രയല്ല ഞങ്ങളുടെ യാത്ര. ഈ യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ ദേശീയ ടീമിനെ ഒരു കുടുംബം പോലെ കൊണ്ടുപോവുകയും ഒരു കുടുംബമായി കാണുവാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ എല്ലാം നമുക്ക് വായിച്ചെടുക്കണം. കാരണം ഒരു പ്രഷറും ഇല്ലാതെ നിങ്ങൾ ധൈര്യമായിട്ട് കളിച്ചുകൊള്ളൂ, എന്തും തന്നെ വന്നാലും ഈ ടീം ആരാലും മായ്ക്കപ്പെടാത്ത തരത്തിൽ എല്ലാം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മെസ്സി പറഞ്ഞത്. അതുകൂടാതെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 11 പേര് കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമാണ് അർജന്റീനയുടെ കൂടെ ഇപ്പോഴും ഉള്ളത്. അതിൽ തന്നെ 7 സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള 7 പേര് തന്നെയാണ് ഇപ്പോഴും സ്റ്റാർട്ടിംഗ് ലെവലിൽ കൂടെയുള്ളത്. അപ്പോൾ ഒരു വേൾഡ് കപ്പ് കളിച്ച് കപ്പെടുത്ത അതേ ടീമിലുള്ള അതേ ആളുകൾ തന്നെ രണ്ടാമതൊരു വേൾഡ് കപ്പിലേക്കുള്ള ഫൈനലിലേക്ക് കളിക്കാൻ വരുന്നുള്ളത് അർജന്റീനയ്ക്ക് ഒരു എഡ്ജുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സ്പെയിൻ എന്നുള്ളത് വളരെ ടാക്ട്ഫുള്ളി കളിക്കുന്ന, വളരെ കൃത്യതയോടുകൂടിയിട്ട് സാങ്കേതിക തികവോടുകൂടി കളിക്കുന്ന ടീമാണ്. ഈ പറയുന്ന പോലെ ലമീൻ യമാൽ എന്ന് പറയുന്നതും പെഡ്രി എന്ന് പറയുന്നതും കുർബാസി എന്ന് പറയുന്നതും കുക്രല എന്ന് പറയുന്നതുമായിട്ടുള്ള 4-5 പ്ലേയേഴ്സിൻ്റെ ടാക്ടിക്സുകൾ വളരെ ഫാസ്റ്റാണ്. അവർ ഫാസ്റ്റ് പാസുകൾ പോലും വളരെ കൊടുക്കുന്നതിൽ തന്നെ ആക്യുറേറ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അർജൻറ്റീനയുടെ മികവ് എന്ന് പറയുന്ന ഒരുപടി മുകളിൽ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് മെസ്സി എന്നുള്ള കളിക്കാരൻ തന്നെയാണ്. ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാലും ആ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളത് മെസ്സി തന്നെയാണ്. മെസ്സി 2 തവണയാണ് ഏറ്റവും നോട്ടഡ് ആയിട്ടുള്ള വലതുകാൽ ഉപയോഗിച്ചിട്ട് ഗോൾ അടിച്ചിട്ടുള്ളൂ. അതിൽ ഗോൾ അടിച്ചിട്ടുള്ള ഒരു ഗോൾ അത് നൈജീരിയയുമായിട്ടുള്ള ഒരു കളിയിൽ ഈ പറയുന്ന പോലെ തന്നെ വേൾഡ് കപ്പിൽ അടിച്ച ഗോളാണ്, വലതുകാൽ കൊണ്ട് ഗോൾ അടിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ ടുജേൽ എന്ന് പറയുന്ന പരിശീലകൻ തന്നെ ഏറ്റവും കൃത്യമായിട്ട് ഡിഫൻഡേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഇടതുകാൽ ഉപയോഗിക്കാൻ വേണ്ടി മെസ്സിയെ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു അവർ ഉപയോഗിച്ച ടാക്ടിക്സ് എന്ന് പറയുന്നത്. പക്ഷേ കളി മാറ്റിമറിച്ചപ്പോൾ നിങ്ങൾ നോക്കാം, ലൊട്ടാറോ മാർട്ടിനസിനെ അവസാന സമയത്ത് മെസ്സി കൊണ്ടുപോയി കൊടുത്ത പാസ് വലതുകാൽ കൊണ്ട് കൊടുത്ത പാസിലാണ് ലൊട്ടാറോ മാർട്ടിനസ് ആ ഹെഡറിലൂടെ ഗോൾ തന്നത്. വളരെ ചുരുക്ക സമയത്ത്, കാരണം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിട്ട് മെസ്സിയെ പൂട്ടാൻ ശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള പഴുതുണ്ടാക്കുന്ന ഒരു കളിക്കാരൻ കൂടിയാണ്. പിന്നെ രാജേഷേട്ടൻ പറഞ്ഞതുപോലെ എംബാപ്പേനെ അലഞ്ഞു തരാൻ വിടുന്നത് പോലെ മെസ്സിയെ വിട്ടാൽ അത് എത്രത്തോളം അപകടമാകുമെന്ന് നമ്മൾ ഈ വേൾഡ് കപ്പ് മുഴുവൻ കടന്നതാണ്. ഞാനൊരു മുമ്പ് പറഞ്ഞ പോലെ നടക്കുന്ന മെസ്സിനെ പേടിക്കണം, ഫ്രീ കിക്ക് എടുക്കുന്ന മെസ്സിനെ പേടിക്കണം, പെനാൽറ്റി മിസ്സാക്കുന്ന മെസ്സിനെയും പേടിക്കണം എന്നുള്ളതാണ്. ഈ വേൾഡ് കപ്പിന്റെ ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിൽ ആ നടത്തത്തിന് പെനാൽറ്റി മിസ്സാക്കിയ എല്ലാ കളികളും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. മിസ്സാക്കിയ പെനാൽറ്റിയിലുള്ള എല്ലാ കളികളും മെസ്സി തന്നെ തിരിച്ചു കൊണ്ടുവന്ന് കളി അർജന്റീന ജയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിയാൽ മിസ്സായ പെനാൽറ്റി, ഈ പിന്നെ ഷൂട്ടൗട്ടിൽ മിസ്സാക്കിയ പെനാൽറ്റി ഒഴികെ കളിയുടെ ഇടക്ക് മിസ്സാക്കിയ ഏത് പെനാൽറ്റിയിൽ നിന്ന് മിസ്സാക്കിയാലും ആ കളിയെ തിരിച്ച് ആ കളിയിലേക്ക് കൊണ്ടുവരികയും ജയിപ്പിക്കാൻ ആവശ്യമുള്ള അസിസ്റ്റോ ഗോളോ അടിച്ചിട്ടുള്ളത് മെസ്സിയുടെ ലൈഫിൽ എല്ലാ കളിയിലും മെസ്സി തന്നെയാണ്. 1-2 ചുരുക്കം കളികൾ മാത്രമേ അങ്ങനെ അല്ലാതെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ പെനാൽറ്റി മിസ്സാക്കുന്ന മെസ്സിനെ നിങ്ങൾ പേടിക്കണം, ഫ്രീ കിക്ക് എടുക്കുന്ന മെസ്സിനെ പേടിക്കണം, ഈ പറയുന്ന പോലെ അലഞ്ഞു തിരിഞ്ഞു എന്ന് പറയുന്ന വെറുതെ നടക്കുന്ന മെസ്സിനെ പേടിക്കണം. ശരീരം കൊണ്ടൊരു അർജന്റീനിയൻ സംവിധായകൻ ഇന്നലെ ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിന് ശേഷം പറഞ്ഞ ഒരു വാചകം എന്നുള്ളത് ശരീരം കൊണ്ട് ചിന്തിക്കുന്ന പ്ലെയറാണ് മെസ്സി എന്നുള്ളതാണ്. അത് കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കളിയെ കാണുവാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഏറ്റവും മികച്ച ഫ്രാൻസും അർജന്റീനയും തമ്മിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പ്, അതിനേക്കാളും മികച്ച രീതിയിലേക്കുള്ളൊരു മത്സരം തന്നെയായി മാറും എന്നാണ് ഈ പ്രതീക്ഷിക്കുന്നത്. അതാണ് അതിലെ ഏറ്റവും ഒരു ഫുട്ബോൾ ആരാധകനെ, പ്രേമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തമായ ഒരു ഫൈനൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നു.